പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എൻ്റെ ഈ കാലത്തെ ഒരു വലിയ അനുഗ്രഹം ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന വീഡിയോകളോട് പ്രതികരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ചിന്തിക്കുവാൻ താല്പര്യമുള്ള ആളുകൾ, സത്യസന്ധമായി നിലപാടുകൾ സധൈര്യം രൂപീകരിക്കുവാൻ കൂട്ടാക്കുന്നവർ, അവയോട് പ്രതികരിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കുമാറ് എന്നെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി വിയോജിപ്പിൻ്റെ സ്വരത്തിൽ അല്ലെങ്കിൽ രുചിയിൽ പ്രതികരിക്കുന്നത് കാണുന്നത് കൊണ്ടാണ്. ഞാൻ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വളരെയധികം മാനിക്കുന്നു. അതുകൊണ്ട് അവയോടുള്ള എൻ്റെ പ്രതികരണം, പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഒരിക്കലും അവഗണിക്കുവാൻ സാധ്യമല്ല എന്നതാണ് എൻ്റെ നിലപാടെന്നതുകൊണ്ട് അത് എല്ലാറ്റിനെയും വേണ്ടതുപോലെ പരിഗണിക്കാനുള്ള സാവകാശവും കേൾപ്പും എനിക്കില്ല എന്ന പരിമിതി സമ്മതിച്ചുകൊണ്ട് തന്നെ ചിലതെങ്കിലും ഒന്ന് ഏവരുമായി ചേർന്ന് ചിന്തിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിലപാടുകൾ കുറച്ചുകൂടി വ്യക്തമായി ധരിക്കത്തക്കവണ്ണം ഒരു പ്രയത്നം നടത്തുന്നത് ഉചിതമാണ് എന്നതാണ് എൻ്റെ സങ്കല്പം. ഇന്ന് അൽ ഫലാഖ് എന്ന് പറയുന്ന സുഹൃത്ത്, അത് അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേരാണോ അതോ പ്രൊഫൈൽ നെയിമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടാണോ എനിക്കറിയില്ല. അവിടെ ഞാൻ മുരുകേശൻ്റെ മനം കവരുന്ന പ്രതികരണം എന്ന ശീർഷകത്തിൽ ചെയ്ത വീഡിയോയോട് അത് കണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വിമർശനാത്മകമായി അതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. ഞാൻ ആ പ്രതികരണം വായിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്രകാരം ഒരു പ്രതികരണം രൂപീകരിച്ച് എന്നോട് പങ്കിടുവാനായി മെനക്കെട്ട സന്മനസ് കാണിച്ച ഈ പ്രിയ സുഹൃത്ത് അൽ ഫലാഖിനോടുള്ള എൻ്റെ കൃതജ്ഞത ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളേവരും ഇപ്രകാരം ഓരോ വീഡിയോകളും ശ്രദ്ധയോടെ കണ്ട് അർത്ഥവത്തായി വിശ്ലേഷണം ചെയ്ത് എൻ്റെ പരിമിതികൾ എനിക്ക് കൂടുതൽ ബോധ്യമാകത്തക്കവണ്ണം പ്രതികരിക്കുമെങ്കിൽ അതെനിക്ക് കൂടുതൽ ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും വളരുവാനും സഹായിക്കും എന്ന നന്ദിയോടെ ഞാൻ ഈ സമയത്ത് ഏവരെയും അറിയിക്കുകയാണ്. ദയവായി പ്രതികരിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, വിയോജിപ്പുകൾ കൃത്യമായി രേഖപ്പെടുത്തുക. അങ്ങനെ നമുക്ക് അറിഞ്ഞും അറിയിച്ചും കേട്ടും അറിയിച്ചും അന്വേഷിച്ചും പങ്കെടുത്തും മുൻപോട്ട് പോകുവാനിടയാകട്ടെ. അപ്പോൾ അൽ ഫലാഖ് ഇപ്രകാരം പറയുന്നു: സാധാരണ പോലെ തന്നെ ഈ വീഡിയോയിലും താങ്കൾ വളരെ വിലപിടിപ്പുള്ള ആശയങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് മുരുകേഷിനോടുള്ള എൻ്റെ പ്രതികരണത്തെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഒരിടത്ത് താങ്കൾ ഇപ്രകാരം പറയുന്നു: കുറേ വർഷങ്ങൾ തലയിൽ ഏറ്റിക്കൊണ്ട് നടന്നിരുന്ന നിരീശ്വര ചിന്തയെ അത് മനുഷ്യത്വരഹിതമെന്ന് കണ്ട് ഉപേക്ഷിച്ചു എന്ന്. ഞാനങ്ങനെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ മുൻ വീഡിയോകളിൽ നിരീശ്വരവാദിയായിരുന്ന ശ്രീ ബുദ്ധനെ താങ്കൾ ആദരിക്കുന്നതായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കൾ അടുത്തയിടെ പ്രശംസിച്ച ബെർട്രാൻഡ് റസലും ഒരു നിരീശ്വരവാദിയായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ വിരുദ്ധമെന്ന് തോന്നിപ്പിക്കുന്ന ഈ നിലപാടുകളെ താങ്കൾ എങ്ങനെയാണ് സമന്വയിപ്പിക്കുന്നത് എന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട്. എത്ര കൃത്യമായിട്ടാണ്, ബാലൻസ്ഡ് ആയിട്ടാണ്, കൾച്ചേർഡായിട്ടാണ്, ഇൻ്റലക്ച്വൽ കൺട്രോളിലാണ് ഈ പ്രിയ സുഹൃത്ത് തൻ്റെ നിലപാട് രേഖപ്പെടുത്തുന്നത് എന്നത് മുരുകേശനെ ഞാൻ എപ്രകാരമാണ് ഓർത്ത് വിലമതിക്കുന്നത്, അതുപോലെ തന്നെ തീർച്ചയായും അതുപോലെ തന്നെ ഈ പ്രിയ സുഹൃത്തിനെയും ഞാൻ മാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെ ഞാൻ വിലമതിക്കുന്നു എന്ന് പറയാതെ വയ്യ. അതിമനോഹരമായ ഈ പ്രതികരണത്തിന് എൻ്റെ ഹൃദയംഗമമായ നന്ദി
ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ഈ സുഹൃത്ത് ഉന്നയിക്കുന്ന ചോദ്യം ഒരു സങ്കല്പം, ഒരു പ്രീസപ്പോസിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, ആൻ അസംഷൻ, എ പ്രീസപ്പോസിഷൻ. നമ്മളെല്ലാവരും ഓരോ അഭിപ്രായം രൂപീകരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന ചില സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ധാരണകൾ, മാനദണ്ഡങ്ങൾ, പ്രീസപ്പോസിഷൻസ് അനുസരിച്ചാണ് ഇത് നിർവഹിക്കുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. ശൂന്യമായ മനസ്സുകൊണ്ട് നമുക്ക് ഒന്നിനോടും പ്രതികരിക്കാനോ ഒന്നിനെയും വിലയിരുത്തുവാനോ സാധ്യമല്ല. അപ്പോൾ ഈ അൽ ഫലാഖ് എന്ന് പറയുന്ന ഈ സുഹൃത്തിൻ്റെ മനസ്സ് എത്രമാത്രം സമ്പന്നമാണ് എന്നറിയുവാൻ ഈ ഒരു പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ടാണ് ഓരോ പ്രതികരണങ്ങളും ഞാൻ വളരെ ബഹുമാനത്തോടുകൂടെ പരിഗണിക്കുന്നത് എന്നുകൂടെ ഇത്തരുണത്തിൽ പറയേണ്ട കടമയുണ്ട്. അപ്പോൾ ഈ പ്രതികരണത്തിൻ്റെ പുറകിലൊരു സങ്കല്പമുണ്ട്. സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നാം ബുദ്ധൻ്റെ കാര്യമെടുത്താലും ബെർട്രാൻഡ് റസ്സലിൻ്റെ കാര്യമെടുത്താലും അല്ലെങ്കിൽ മറ്റ് ആരുടെ എങ്കിലും കാര്യമെടുത്താലും അവരെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നാം പരിഗണിക്കണം. ഒന്ന്, അവരെന്താണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട്, അവരുടെ വ്യക്തിത്വത്തിൻ്റെ ആകത്തുക എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ദർശനത്തിൻ്റെ, ഇപ്പോൾ ഫിലോസഫർ ആണെങ്കിൽ ബെർട്രാൻഡ് റസ്സൽ വാസ് എ ഫിലോസഫർ, അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയുടെ ആകത്തുക എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ പൊതുവായ ദാർശനിക ദർശനം എന്തായിരുന്നു, വാട്ട് വാസ് ഹിസ് ടോട്ടൽ ഫിലോസോഫിക്കൽ വിഷൻ. അതുപോലെ തന്നെ ശ്രീ ബുദ്ധൻ, അദ്ദേഹത്തിൻ്റെ പൊതുവായ ആകമാനമായ ആധ്യാത്മിക ദർശനം എന്തായിരുന്നു, വാട്ട് വാസ് ദി ടോട്ടൽ സ്പിരിച്വൽ വിഷൻ ഓഫ് ലോർഡ് ബുദ്ധ. അപ്പോൾ ഇത് തീർച്ചയായും നാം പരിഗണിക്കേണ്ട കാര്യമാണ്. എന്നാൽ അതേസമയം തന്നെ നാം പരിഗണിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത്, ഞാൻ ശ്രീബുദ്ധനെ വിലമതിക്കുന്നു, ശ്രീബുദ്ധൻ്റെ ആശയങ്ങൾ ജീവിതത്തെ, മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെ കാണണമെന്നും അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്നും അതിൽ നിന്ന് എപ്രകാരം വിമുക്തി പ്രാപിക്കണം എന്നുമുള്ള ആ വിശദീകരണങ്ങൾ അത് മുഴുവനും സ്വീകരിക്കണമെന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ബുദ്ധനല്ല. ഇപ്പോൾ എന്നേക്കാൾ ഒരു 10,000 മടങ്ങ് വലിപ്പമുള്ളൊരു വ്യക്തിത്വമാണ് ശ്രീ ബുദ്ധൻ്റേത്. അതുപോലെ തന്നെ എന്നേക്കാൾ വളരെയധികം വലിപ്പമുള്ളൊരു വ്യക്തിയാണ് ബെർട്രാൻഡ് റസ്സൽ. അതുപോലെ തന്നെ എന്നേക്കാൾ വലിയ വലിപ്പമുള്ള വ്യക്തികളാണ് ഈ ലോകത്തിലെ എല്ലാ കാൾ മാർക്സ് തൊട്ട് പ്ലേറ്റോ തൊട്ട് അരിസ്റ്റോട്ടിൽ തൊട്ട് ഹേഗൽ തൊട്ട് കാന്ത് തൊട്ട് അങ്ങനെ മറ്റും. അങ്ങനെ ഞാൻ ആരുടെയെങ്കിലും ഒരു ആശയം എടുക്കുമ്പോൾ, ഞാൻ എത്ര പണ്ഡിതനാകാൻ ശ്രമിച്ചാലും, ഞാൻ എത്രമാത്രം ഈ പറയുന്ന ആളുകളുടെ എല്ലാ പുസ്തകങ്ങളും ചവച്ചരച്ച് ദഹിപ്പിച്ച് അത് മുഴുവനും ഉള്ളിലാക്കാൻ ശ്രമിച്ചാലും, ഞാൻ എപ്പോഴും ഭാഗികമായി മാത്രം ഈ വലിയ വലിയ ചിന്തകരോട് ബന്ധം പുലർത്തുന്നതിൽ വിജയിക്കുന്നു. അതെൻ്റെ പരിമിതിയായിരിക്കും. മറ്റവർക്ക് ആ പരിമിതി ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ്. ഉദാഹരണമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ആശയങ്ങൾ, അത് ഒരു സമയത്ത് ഞാനൊരു ചിന്ത നിങ്ങളെ അവതരിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് എടുത്ത് ഞാൻ, അല്ലെങ്കിൽ പഠിപ്പീര് എടുത്ത് പരാമർശിക്കുമ്പോൾ, തീർച്ചയായും യേശുവിൻ്റെ ആ ആത്മീയ ദർശനത്തിൻ്റെ പൂർണ്ണതയോട് നീതി പാലിച്ചുകൊണ്ട് വേണം ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഐ മസ്റ്റ് റെസ്പെക്ട് ദി ഇന്റേണൽ കൊഹേറൻസ് ഓഫ് ദ ടെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അതിനൊരു മാറ്റവുമില്ല. എങ്കിലും എൻ്റെ വളർച്ച അത് 30 വർഷം, 50 വർഷം, 60 വർഷം കൊണ്ട് നടക്കുമ്പോൾ, അതിൻ്റെ ഓരോ കാലഘട്ടത്തിലും എനിക്ക് സ്വീകാര്യമെന്ന് തോന്നുന്നത്, പ്രയോജനമെന്ന് തോന്നുന്ന ഓരോരോ കാര്യങ്ങൾ,
ഒരു ചിന്തകനിൽ നിന്ന്, ഒരു വലിയ ആത്മീയ പ്രഭയുള്ള വ്യക്തിത്വത്തിൽ നിന്ന് കടമെടുക്കുവാനും പ്രയോജനപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതേസമയം തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ ആശയങ്ങളും ഒന്നുപോലെ നടപ്പാക്കാൻ, സ്വീകരിക്കാനുള്ള ബാധ്യസ്ഥത എനിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും അവരുടെ പരിമിതിയിൽ നിന്ന് മാത്രമാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ പരിമിതികൾക്കനുസരിച്ച് മാത്രമേ മറ്റുള്ളവരുടെ ആശയങ്ങൾ ഏത് തോതിൽ എപ്രകാരം, ഏതാശയം ഏത് തോതിൽ എപ്രകാരം പ്രയോജനപ്പെടുത്തണമെന്ന് തീരുമാനിക്കാൻ ഇടയുള്ളൂ. അപ്പം ഞാൻ ബെർട്രാൻഡ് റസ്സൽ, അദ്ദേഹം വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്ന പുസ്തകം എഴുതി. അതിനകത്ത് നിന്ന് പോലും ഞാൻ ആശയം കടമെടുക്കുമ്പോൾ ചില ആശയങ്ങൾ ആ പുസ്തകത്തിൻ്റെ ആകമാനമായ കാഴ്ചപ്പാടിനെ മുഴുവനും ഞാൻ സ്വീകരിക്കുന്നു എന്നർത്ഥമില്ല, ഒരിക്കലുമില്ല. പിന്നെ ഞാൻ എന്നെപ്പറ്റി സൂചിപ്പിച്ചു, ഒരു കാലത്ത് ഞാൻ നിരീശ്വരവാദിയായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടമായിരുന്നു. അപ്പം ആ കാലത്ത് എനിക്ക് വളരെ താല്പര്യം തോന്നിയിട്ടുള്ള അനേക എഴുത്തുകാരുണ്ട്. ആ കാലത്ത് എനിക്ക് വളരെയധികം ഹരമായിരുന്നു കാൾ മാർക്സിൻ്റെ. വാസ്തവത്തിൽ അന്ന് എനിക്ക് കാൾ മാർക്സിനെ വേണ്ടതുപോലെ അറിയാൻ, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. കാൾ മാർക്സ് മെത്രാന്മാരും കത്തനാന്മാരും പറയുന്ന പോലെ അത്ര നിരീശ്വരവാദിയൊന്നും ആയിരുന്നില്ല. അവരെക്കാൾ യേശുവിനെ മാനിച്ചൊരു വ്യക്തിത്വം തന്നെയാണ് കാൾ മാർക്സ് എന്ന് ഇപ്പോഴെനിക്ക് ആധികാരികമായി പറയാൻ കഴിയും. കാരണം ഞാൻ കുറെ കൂടെ കാൾ മാർക്സിനെ വായിക്കുകയും മനസ്സിലാക്കുകയും ശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെ. അപ്പം ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന തത്വം ശരിയാണ്. അതായത് ഇപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ നിരീശ്വരവാദിയല്ല. എന്നാൽ മതത്തിൻ്റെ ചട്ടക്കൂടിന് സങ്കുചിതമായ വ്യവസ്ഥിതികൾക്ക് അപ്പുറത്ത് കടന്നാൽ മാത്രമേ ആത്മാവിനും സത്യത്തിൽ നമുക്ക് ദൈവവുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധം സ്ഥാപിക്കുവാനും ആ അച്ചടക്കത്തിൽ നിലനിൽക്കുവാനും സാധ്യമാകുകയുള്ളൂ എന്നതാണ് എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം. ആ ദിശയിലേക്ക് വളരുവാൻ എന്നെ അനേക ചിന്തകർ സഹായിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് നസ്രയനായ യേശുവാണ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ക്രിസ്ത്യാനികൾ ഞെട്ടും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മതത്തിനപ്പുറത്ത് പോയാൽ മാത്രമേ നിന്റെ മനുഷ്യത്വത്തോട് നീതി പാലിക്കാൻ നിനക്ക് സാധ്യമാകുകയുള്ളൂ, നിനക്ക് മനുഷ്യപുത്രനാകാൻ സാധ്യമാകുകയുള്ളൂ എന്ന് എന്നെ ഏറ്റവും വ്യക്തമായി പഠിപ്പിച്ചത്, എനിക്ക് ആത്മധൈര്യം നൽകിയത് നസ്രയനായ യേശുവാണ്. കാൾ മാർക്സുമല്ല, ബെർട്രാൻഡ് റസ്സലുമല്ല, മറ്റുള്ള മഹാരഥന്മാരല്ല, നസ്രയനായ യേശു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എൻ്റെ തപ്പിയും തടഞ്ഞുമുള്ള ജീവിതയാത്രയിൽ അതിന് പലവിധ ഘട്ടങ്ങളുണ്ടായിരുന്നു. ആരും എന്നെ കൈപിടിച്ച് നടത്തിയില്ല, അങ്ങനെ കൈപിടിച്ച് നടത്താൻ ആരും ഉണ്ടാകുകയുമില്ല. ഇത് നാം നമ്മോട് കാണിക്കുന്ന നീതിയുടെ ഭാഗമായി നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്ന യേശുവിൻ്റെ വാക്കുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീവിതത്തിൽ മുൻപോട്ട് യാത്ര ചെയ്തപ്പോൾ അനേക തവണ പതറിപ്പോയിട്ടുണ്ട്, വീണു പോയിട്ടുണ്ട്, താണു പോയിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയോ കാര്യങ്ങൾ അത് ആയിരിക്കേണ്ട വിധത്തിലായിത്തീർന്നു എന്ന ഒരു ചരിതാർത്ഥ്യവും ഉണ്ട് എന്ന് ഞാൻ പറയട്ടെ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ശ്രീബുദ്ധൻ, അതുപോലെ ബെർട്രാൻഡ് റസ്സൽ, ഇവർ എന്നെ സ്വാധീനിച്ചു എന്ന് ഞാൻ തീർച്ചയായും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രെഡറിക് ഏംഗൽസും കാൾ മാർക്സും ലുഡ്വിഗ് ഫോയർബാഹും അങ്ങനെയുള്ള നീഷ, ആർതർ ഷോപ്പനോവർ, അങ്ങനെയുള്ള പിന്നെ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയിലുള്ള ജോൺ പോൾ സാർട്രോ, മോൾറോ, ഓൾബർട്ട് കമ്യൂ, അങ്ങനെയുള്ള ആളുകൾ, സോറൻ കീർക്കെഗാർഡ്, എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയുടെ തലത്തൊട്ടെന്ന് പറയുന്ന കീർക്കെഗാർഡും ഡോസ്റ്റോയെവ്സ്കിയുമാണല്ലോ. അങ്ങനെ അനേകം ആളുകൾ ഓരോ കാലഘട്ടത്തിൽ എന്നെ സ്വാധീനപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അവരുടെ എല്ലാവരുടെയും എല്ലാ ആശയങ്ങളും അതുപോലെ വിഴുങ്ങുന്നൊരു സ്വഭാവം എനിക്കില്ലായിരുന്നു.
ഓരോ കാലഘട്ടത്തിൽ അർത്ഥവത്തെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ സ്വീകരിക്കുകയും അതിനെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ തന്നെ വിമർശനാത്മകമായി വിലയിരുത്തുകയും ചെയ്തിട്ട് അന്ന് സ്വീകരിച്ച പല കാര്യങ്ങളെയും അതിജീവിക്കുന്നതിൽ കൂടെയാണ് ഞാൻ വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന മാധുര്യമേറിയ ഒരു തിരിച്ചറിവ് എൻ്റെ ഉള്ളിൽ എക്കാലത്തും ഇടം പിടിച്ചത് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഇനിയും ഈ ചിന്ത അവസാനിക്കുന്നതിന് മുൻപ് മഹാത്മാഗാന്ധിയെ പറ്റി ഒരു വാക്ക് പറയട്ടെ. മഹാത്മാഗാന്ധി തൻ്റെ ജീവിതത്തിൽ പരസ്പര വിരുദ്ധമെന്ന് തോന്നാവുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണം എന്നതിനെപ്പറ്റി ഘടകവിരുദ്ധമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു. അത് പരാമർശിച്ചുകൊണ്ട് ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇപ്രകാരം മതവും രാഷ്ട്രീയവും തമ്മിൽ വേർപിരിക്കണമെന്ന് പറയുന്നവർ മതത്തെയും രാഷ്ട്രീയത്തെയും തിരിച്ചറിയുന്നവരല്ല എന്ന അഭിപ്രായവും ആധുനിക ഭാരതത്തിൽ അതിൻ്റെ അങ്ങോട്ടുള്ള യാത്രയിൽ ഇത് തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി സൂക്ഷിക്കണം എന്ന് പറയുന്ന അഭിപ്രായവും ഇത് വിരുദ്ധമല്ലേ? അതിന് ഗാന്ധി കൊടുത്ത മറുപടി വിരുദ്ധമാണ്, പക്ഷേ നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ അഭിപ്രായമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ബെർട്രാൻഡ് റസ്സൽ പറയുന്നുണ്ട്. ബെർട്രാൻഡ് റസ്സലിനോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളിലും പൊരുത്തക്കേടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഞാൻ 15 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ആശയം മാത്രമാണ് ഇപ്പോഴും പറയുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ 15 വർഷം ഉറങ്ങുകയായിരുന്നു, ഞാൻ അല്പം പോലും അന്വേഷിച്ചില്ല, വളർന്നില്ല, എൻ്റെ ചിന്തകൾക്ക് വളർച്ചയുണ്ടായില്ല എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം. ജീവിക്കുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിശ്ചയമായും വൈരുദ്ധ്യങ്ങൾ കാലാകാലങ്ങളിൽ പൊന്തി വരും. അത് രോഗമല്ല, അത് അസത്യമല്ല, അത് ആരോഗ്യമാണ്. അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ അന്വേഷിക്കുന്നവനാണെന്നും അവൻ ആന്തരികമായി തുടർച്ചയായി വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവനുമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ വൈരുദ്ധ്യങ്ങൾ എന്നത് തിരിച്ചറിയുക. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇടയിലുള്ള ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ, നാം ഓരോ വ്യക്തിയെയും ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തും. നമുക്കിഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയിൽ യാതൊരു നന്മയുമില്ല. പണ്ട് കാലത്ത് എന്തൊക്കെ നന്മ ചെയ്തു, ഇനിയും എന്തെല്ലാം നന്മയുടെ സാധ്യതകളുണ്ട്, ഇതൊന്നും നമുക്ക് ബാധകമല്ല. ഒരു ചെറിയ പെശക് വന്നു, അന്നേരം അവനെ എന്താ പറയുന്നത്, either ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് അല്ലെങ്കിൽ ലൈഫ് ടേം ഇൻ പ്രസൻ. ഇതുപോലെയാണ് നമ്മുടെ പ്രതികരണം. ജീവിതം എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. എന്താണ്? എ ഹ്യൂമൻ ബീയിങ് ഈസ് ഇൻഫിനിറ്റ്ലി ഗ്രേറ്റർ ദാൻ ആൻ എപ്പിസോഡ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നു, ചില സാഹചര്യത്തിൽ അവൻ ഇപ്രകാരം പറഞ്ഞു അല്ലെങ്കിൽ പ്രവർത്തിച്ചു, പക്ഷെ അതിൻ്റെ 10,000 മടങ്ങ് വലിപ്പമുള്ള ഒരു പ്രതിഭാസമാണ് ആ വ്യക്തി. ആ ചെറിയ അംശം കൊണ്ട് ആ വ്യക്തിയെ നിങ്ങൾ അളക്കരുത്. അപ്പം അതുകൊണ്ട് ശ്രീ ബുദ്ധനെ പറ്റി പ്രത്യേകിച്ച് പറയുമ്പോൾ അദ്ദേഹം നിരീശ്വരവാദിയാണ് എന്ന ഒരു യാഥാർത്ഥ്യം താത്വികമായി ആക്ഷരികമായി ഉണ്ട് എങ്കിൽ തന്നെയും എനിക്ക് പറയാനുള്ളത്, മനുഷ്യജാതിയുടെ വിടുതലിനു വേണ്ടി സർവവും പരിത്യജിച്ച് ജീവിതം മുഴുവനും അന്വേഷണത്തിൻ്റെ ഈ തീജ്വാലയിൽ ഒരു വ്യക്തി നിൽക്കണമെങ്കിൽ അതാണ് ദൈവമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നാവ് കൊണ്ട് നിരീശ്വരവാദി ആയിരുന്നുവെങ്കിലും ജീവിതം കൊണ്ട് അദ്ദേഹം ഏറ്റവും വലിയ വിശ്വാസിയായിരുന്നു എന്നതാണ് അദ്ദേഹത്തെ പറ്റിയുള്ള എൻ്റെ ആന്തരികമായ ബഹുമാനവും ആരാധനാ മനോഭാവവും. അതുപോലെ തന്നെ ബെർട്രാൻഡ് റസ്സലിനെ പറ്റിയും അപ്രകാരമുള്ള ഒരു ബഹുമാനം എനിക്കുണ്ട്. ചില കാര്യങ്ങൾ അർത്ഥമറിയാതെ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്രാനേക്കാൾ അല്ലെങ്കിൽ 100 മെത്രാന്മാരെക്കാൾ എനിക്ക് ബെർട്രാൻഡ് റസ്സലിനോട് ബഹുമാനമുണ്ട്. കാരണം സത്യസന്ധമായി ചിന്തിക്കണമെന്നും സധൈര്യം നിലപാടുകൾ അറിയിക്കണമെന്നും ഒരു വ്യക്തി നിർബന്ധം പിടിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഏതോ ഉണ്ട്, ബഹുമാനം അർഹിക്കുന്ന ഏതോ ഉണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ 1000 കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിലും
അതിനെ മറികടന്നിട്ട് എൻ്റെ സത്യാന്വേഷണത്തിൽ എനിക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൽ കൂടെ എപ്പോഴെങ്കിലും വെളിപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് അർത്ഥവത്തായി സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ് ഞാൻ എന്നോട് കാണിക്കുന്ന നീതി എന്നതിനപ്പുറത്ത് എനിക്ക് ഈ അൽഫലാക്ക് ഉദ്ദേശിച്ച ഉന്നയിച്ച ചോദ്യത്തിന് കൂടുതലായ മറുപടി പറയാൻ കഴിവില്ല. അദ്ദേഹത്തോട് ഞാനൊരു അഭ്യർത്ഥന നടത്തിയിട്ട് ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ സ്ഥാനത്ത് താങ്കളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? താല്പര്യമുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ എന്നെ ഫോണിൽ കൂടെ വിളിക്കുക. എൻ്റെ ഫോൺ നമ്പർ 8848339230. താങ്ക് യു. ഇങ്ങനെ നല്ല നല്ല ചോദ്യങ്ങൾ വരട്ടെ. ചിന്തിക്കുന്ന ഒരു സംസ്കാരം, എ കൾച്ചർ ഓഫ് തിങ്കിങ്, അത് നമ്മുടെ ഇടയിൽ വളർത്തിയെടുക്കുക ഈ കാലഘട്ടത്തിൻ്റെ സുപ്രധാനമായ ആവശ്യമാണ്. അത് ചെറിയവരായ നമ്മളിൽ കൂടി നിറവേറ്റപ്പെടട്ടെ. അതിൽ സഹകരിക്കുന്ന അൽഫലാക്കിനെ പോലെയും പവിത്രനെ പോലെയും മുരുകേഷിനെ പോലെയുമുള്ള അങ്ങനെ അനേക ആളുകളെ ഓർത്ത് വളരെയധികം സന്തോഷിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം.